ഇതാണ് നമ്മുടെ DWMS, അതായത് ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ക്രീൻ. അപ്പോൾ ഇവിടെ കാണാം, ഇപ്പോഴൊരു പ്രൊഫൈൽ ID ജനറേറ്റ് ആയിട്ടില്ല. അത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിയുമ്പം ഇവിടെ പ്രൊഫൈൽ ID ജനറേറ്റഡ് ആവും. നമുക്ക് അതിലേക്ക് കടന്നു വരാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇപ്പോൾ എല്ലാം എംപ്റ്റി ആണ്, എക്സ്പീരിയൻസ് ഇല്ല, ലൊക്കേഷൻ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇവിടെ വ്യൂ അപ്ഡേറ്റ് പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജനറൽ ഡീറ്റെയിൽസും വിദ്യാഭ്യാസപരമായ ഡീറ്റെയിൽസും സ്കിൽസ്, എക്സ്പീരിയൻസ്, റെഫറൻസസ് മുതലായ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഏറ്റവും അത്യാവശ്യമായ ഈ റെഡ് സ്റ്റാർ ഉള്ളതെല്ലാം മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ട ഡേറ്റയാണ്. നമുക്കത് ഓരോന്നോരോന്ന് കൊടുക്കാം. ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തു. ജനറൽ കാറ്റഗറിയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് ഇപ്പോൾ ഞാൻ ഒരു ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ എനിക്കിവിടെ വേണേൽ യെസ് കൊടുത്ത് എനിക്ക് എത്ര ശതമാനം ഡിസബിലിറ്റി ഉണ്ടെന്ന് വേണേൽ പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ നോ തന്നെ റീറ്റെയിൻ ചെയ്യാം. ഇവിടുത്തെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ്, ഞാൻ ഏത് ജില്ലയിൽ നിന്നുള്ളതാണ് ഇവിടെ എൻ്റർ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് എൻ്റർ ചെയ്യുക. പിൻകോഡ് എൻ്റർ ചെയ്യുക. ഇവിടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, നിങ്ങൾക്ക് മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് എഴുതാം, അല്ലെങ്കിൽ സെയിം ആസ് അഡ്രസ്സ് ഇൻ കേരള കൊടുത്തു കഴിഞ്ഞാൽ ഈ മുകളിലത്തെ അഡ്രസ്സ് തന്നെ ഇവിടെ പോപ്പുലേറ്റ് ആയി വന്നോളും. ഇവിടെ നമ്മുടെ പ്രിഫറൻസസ് ആണ്. നമുക്ക് ഫുൾ ടൈം ജോബാണോ, പാർട്ട് ടൈം ജോബാണോ, വർക്ക് ഓൺ ഡിമാൻഡ് ആണോ, എന്താണ് നോക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ചൂസ് ചെയ്യുക. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോലി നോക്കുന്നുണ്ടെങ്കിൽ അതും ഇവിടെ പറയാം. അല്ലെങ്കിൽ ഞാനൊരു 6 മാസം കഴിഞ്ഞേ ഉള്ളെങ്കിൽ എനിക്കിവിടെ നോ എൻ്റർ ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ട് ജോലി നോക്കുന്നുണ്ടെങ്കിൽ യെസ് എൻ്റർ ചെയ്യുക. പിന്നെ നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് നൽകാനായിട്ട് ലിങ്ക്ഡിൻ ഐഡിയോ ഫേസ്ബുക്ക് ഐഡിയോ ഉണ്ടെങ്കിൽ അതും എൻ്റർ ചെയ്യുക. പക്ഷേ അത് മാൻഡേറ്ററി ഡേറ്റ അല്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ഡേറ്റ എൻ്റർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിവിടെ മുന്നോട്ട് പോകാൻ നമ്മൾ അനുവദിക്കില്ല. ഇവിടെ പ്രിഫേർഡ് ജോബ് ലൊക്കേഷൻ. അപ്പോൾ ഇവിടെ പ്രിഫേർഡ് ജോബ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞു, എനിക്ക് എറണാകുളത്താണ് ഞാൻ ജോലി നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ജോബ് ഫെയറിൽ നമുക്ക് അതിനോട് അനുബന്ധമായിട്ടുള്ള ജോലിയായിരിക്കും കൂടുതലും നമ്മുടെ DWMS സിസ്റ്റം സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ എൻ്റർ ചെയ്ത് അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ ഇവിടെ അപ്ഡേറ്റഡ് ആയി. അപ്പോൾ എൻ്റെ ബേസിക് ഡീറ്റെയിൽ ഇവിടെ അപ്ഡേറ്റഡ് ആയി. ഇനി നിങ്ങൾ ഹോമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ പ്രൊഫൈൽ 10% കംപ്ലീഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു 60 അല്ലെങ്കിൽ 70% കംപ്ലീഷനിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഒരു എംപ്ലോയർക്ക് നിങ്ങളെപ്പറ്റി കാര്യമായ ഡീറ്റെയിൽസ് ലഭിക്കത്തുള്ളൂ. അതുവഴിയേ നല്ല ജോലി ലഭിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മാക്സിമം ഡീറ്റെയിൽസ് നിങ്ങളെപ്പറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒന്നുകൂടെ വ്യൂ ഓർ അപ്ഡേറ്റ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ഒന്നും എൻ്റർ ചെയ്യാത്തതുകൊണ്ട് നോ ഡേറ്റ അവൈലബിൾ ആണ്. ഇവിടെ ആഡ് ക്ലിക്ക് ചെയ്ത് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, എൻ്റെ ഏറ്റവും ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ഞാനിവിടെ ഗ്രാജുവേഷൻ ആണെന്ന് പറയുന്നു. എന്നിട്ട് അത് നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖല അതനുസരിച്ചുള്ള സെലക്ട് ചെയ്യുക. എൻ്റെത് ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ വന്ന് ഞാൻ ബാച്ചുലർ ഓഫ് ടെക്നോളജി സെലക്ട് ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ തന്നെ സ്കിൽസ് ഇവിടെ സെലക്ട് ചെയ്യുക. സ്പെഷ്യലൈസേഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, യൂണിവേഴ്സിറ്റി ഓഫ് കോളേജ്, ക്യുസാറ്റ്, കോഴ്സ് ടൈപ്പ് ഫുൾ ടൈം ആയിരുന്നു, പാസ് ഔട്ട് ഇയർ 2005. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസും വേണമെങ്കിൽ ഇങ്ങനെ 1 by 1 ആയിട്ട് ആഡ് ചെയ്യാം. പിന്നെ വരുന്നത് നിങ്ങളുടെ സ്കിൽസാണ്. അപ്പോൾ നിങ്ങളുടെ എന്തൊക്കെയാണോ നൈപുണ്യമുള്ളത് അതെല്ലാം ഇവിടെ 1 by 1 ആഡ് ചെയ്യാം. സ്കിൽ സെഗ്മെൻറ്റ്, ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് സ്കില്ലുള്ളത്, ബിസിനസ് മാനേജ്മെൻറ്റിലാവാം, അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻ്റ് ആണെങ്കിൽ ബിസിനസ് അനാലിസിസ് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് എത്ര സ്കില്ലുണ്ടോ അത്രയും കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യുക. കാരണം ഒരു എംപ്ലോയർ സംബന്ധിച്ചിടത്തോളം എത്രയും കൂടുതൽ നിങ്ങളെപ്പറ്റി അറിയുമ്പോൾ അത്രയും ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് നല്ലത്, നിങ്ങൾക്ക് നല്ലൊരു തൊഴിൽ ലഭിക്കാനായിട്ട്. അടുത്തതായിട്ട് എക്സ്പീരിയൻസ് ആണ്. അതായത് നിങ്ങൾക്ക് ഇതിനു മുന്നേ എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ കൊടുക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. അപ്പം ഞാനിവിടെ ഓറക്കിൾ പ്രോഡക്റ്റ് മാനേജർ എന്ന് തൊട്ട് എന്ന് വരെയാണ് നമ്മളിവിടെ വർക്ക് ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. അവിടെ തൊട്ട് അതും എന്താണ് അവിടുത്തെ എക്സ്പീരിയൻസ്, നിങ്ങൾ ആ ജോലിയിൽ എന്താണ് ചെയ്തിരുന്നത്, സോ ദാറ്റ് ഈ പുതിയ എംപ്ലോയർക്കും നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിക്കും.
വർക്ക്ഡ് ഇൻ ദി പ്രോഡക്റ്റ്. അപ്പം സ്കിൽസ്, എന്ത് സ്കില്ലാണ് അവിടെ ഉണ്ടായിരുന്നത്? അപ്പോൾ ആ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് സ്കില്ലാണ് ഉണ്ടായിരുന്നത്, നിങ്ങൾ എന്ത് ഇൻഡസ്ട്രിയിലാണ് അവിടെ വർക്ക് ചെയ്തത്, നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ബ്രീഫ്, ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. അറ്റ്ലീസ്റ്റ് ഈ റെഡ് സ്റ്റാറുള്ള ഡീറ്റെയിൽസ് എങ്കിലും എൻ്റർ ചെയ്ത് ഒരു വർക്ക് എക്സ്പീരിയൻസ് എൻ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പല വർക്ക് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസും ഇവിടെ നൽകാം. അതോടൊപ്പം തന്നെ ഇവിടെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസിന് പുറമെ അഡീഷണൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകാം. അതായത് കരിയർ ബ്രേക്ക് എടുത്തിട്ടുണ്ടോ, അതായത് ഞാനിപ്പോൾ കഴിഞ്ഞ 2 വർഷമായി വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ഇപ്പം കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് വേണം യെസ് കൊടുത്ത് എന്തുകൊണ്ടാണ് ഞാൻ റീസൺ ഫോർ കരിയർ ബ്രേക്ക് എന്നുള്ളത് ഇവിടെ കൊടുക്കാം. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരള നോളജ് ഇക്കോണമി മിഷൻ്റെ ഭാഗമായി വിമൻ ജോബ് സീക്കേഴ്സിന്, എസ്പെഷ്യലി കരിയർ ബ്രേക്കുള്ള വിമൻ ജോബ് സീക്കേഴ്സിന് വേണ്ടി പലതരം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ജോബ് ഫെയറുകളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എഗെയിൻ ഈ മുകളിൽ വന്ന് ഹോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ അക്കാഡമിക് ഡീറ്റെയിൽസും വർക്ക് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസും സ്കിൽസും നൽകിയതുകൊണ്ട് എൻ്റെ പ്രൊഫൈൽ 90% കംപ്ലീറ്റ് ആയി.